ജീവിതത്തിന് അനിവാര്യമായ ഒരു നിശബ്ദതയുണ്ട്. വാക്കുകൾക്കും അപ്പുറം നിശബ്ദത മിക്കപ്പോഴും സംസാരിക്കാറുണ്ട്. പീലാത്തോസിന്റെ മുൻപിൽ ന്യായവിധിക്കായി നിൽക്കുമ്പോൾ പോലും ക്രിസ്തു പാലിക്കുന്ന ഒരു മൗനമുണ്ട്. അവൻ്റെ വാക്കുകളേക്കാൾ അധികമായി അന്ന് സംസാരിച്ചത് അവൻ്റെ മൗനമായിരുന്നു. അവൻ നടന്നു നീങ്ങിയ വഴിത്താരകളിലൊക്കെ അവൻ പാലിച്ച ഒരു മൗനമുണ്ടായിരുന്നു. അവനെ കുടുക്കാൻ നോക്കിയവരോട് അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ പുഞ്ചിരി തൂകിയ ഒരു മൗനമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഈ മൗനം നഷ്ടപ്പെടുമ്പോഴാണ് ഉള്ളിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത്. ഉള്ളിൽ സമാധാനമുള്ളവന് മാത്രമേ ഈ ജീവിതത്തിൽ മൗനം കാത്തു സൂക്ഷിക്കുവാനും ചിലപ്പോഴൊക്കെ സാധിക്കാറുള്ളൂ. പ്രാർത്ഥിക്കണം നിശബ്ദതയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ശബ്ദകോലാഹലങ്ങൾക്കിടയിലും മൗനം കാത്തു സൂക്ഷിക്കുവാനായിട്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.